വർഷങ്ങൾക്ക് ശേഷം മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ, ഹൃദയം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ചിത്രം വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന സിനിമ, വലിയ താരനിരയുമായിട്ട് വരുന്ന സിനിമ. അതായത് പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, ബേസിൽ ജോസഫ്, നിവിൻ പോളി, ആസിഫ് അലി, കല്യാണി പ്രിയദർശൻ, അങ്ങനൊരു വലിയ താരനിരയുമായിട്ട് തന്നെയാണ് ചിത്രം വരുന്നത്. വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു ചിത്രമാണ്. അങ്ങനെ വിഷു റിലീസായിട്ട് ചിത്രം എത്തി, സിനിമ കണ്ടു. സിനിമയെ പറ്റിയുള്ള നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഭാഗത്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ തുടർന്ന് കാണുക. ഈ ഒരു സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പക്ക വിനീത് ശ്രീനിവാസൻ പടം. നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ട് അതുപോലെ തന്നെ 2-3 കാലഘട്ടമായിട്ടാണ് ഈ സിനിമയുടെ കഥ പറയുന്നത്. ഇതിനെ മൊത്തത്തിൽ നമുക്ക് എങ്ങനെയുണ്ട് സിനിമയെന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ മികച്ച ഒരു സിനിമ, അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ്. വിനീത് ശ്രീനിവാസന്റെ ഒരു പക്ക എന്റർടൈനർ സിനിമ തന്നെയാണിത്. കഥയിലേക്കൊന്നും നമ്മൾ ഒരുപാട് കടക്കുന്നില്ല, അത് നമ്മൾ കൂടുതൽ അത് സ്പോയിലർ ആകുന്നുള്ളത് കൊണ്ട്. എങ്കിലും നമ്മൾ ട്രെയിലറിൽ ഒക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഒരു 80 കാലഘട്ടത്തിൽ തുടങ്ങി ഇന്നത്തെ കാലഘട്ടത്തിൽ വന്ന് നിൽക്കുന്ന 2-3 കാലഘട്ടങ്ങളിലൂടെയാണ് ഈ സിനിമ കടന്നു പോകുന്നത്. അതായത് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് സിനിമാ മോഹമായി മദിരാശിക്ക് പോകുന്ന 2 ചെറുപ്പക്കാരുടെ കഥയാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. ഈ സിനിമയുടെ ട്രെയിലറും ഒക്കെ ഇറങ്ങിയ സമയത്ത് മോഹൻലാലിൻ്റെയും ശ്രീനിവാസൻ്റെയും കഥയാണോ ഇതെന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് സോഷ്യൽ മീഡിയാസിലൊക്കെ ചർച്ചകളൊക്കെ നടന്നിരുന്നു. അങ്ങനെയൊന്നുമല്ല, ഇതൊരു സിനിമാ മോഹമായിട്ട് മദിരാശി പോകുന്ന 2 ചെറുപ്പക്കാരുടെ കഥയാണ്. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സിനിമയിലെ അനുഭവങ്ങളും അല്ലെങ്കിൽ ആ ഒരു പല കാലഘട്ടങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവരുടെ വ്യക്തിപരമായിട്ട് അവർക്ക് തമ്മിലുണ്ടാകുന്ന സുഹൃത്ത് ബന്ധങ്ങളും ആ സുഹൃത്ത് ബന്ധത്തിലുണ്ടാകുന്ന ആ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു ഇൻസിഡൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പോവുകയാണ്. അത് വളരെ നല്ല, ആദ്യമൊക്കെ ഒരു കുറച്ച് കോമഡിയും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഒരു ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞതിന് ശേഷം അതുവരെ സിനിമയുടെ ഒരു കോമഡിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സിനിമയുടെ അവർ ചെല്ലുന്നതും അവിടെ ചെന്ന് അവിടെ ലോഡ്ജ്, സാമീസ് ലോഡ്ജ് എന്ന് പറഞ്ഞ ലോഡ്ജ് ഉണ്ട്, അവിടെ താമസിക്കുന്നത്. അങ്ങനെ അതിനെ ചുറ്റിപ്പറ്റി അവർ രണ്ടുപേരും നടത്തുന്ന ശ്രമങ്ങളും ഒക്കെയാണ്. എങ്കിൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞൊരു ഇൻ്റർവെല്ല് കഴിഞ്ഞതിന് ശേഷം സിനിമ വേറെ ലെവലിലേക്ക് അങ്ങ് പോവുകയാണ്. ഇൻ്റർവെല് വരെ ഒരു ആവറേജ് അനുഭവമാണെങ്കിൽ ഇൻ്റർവെല്ലിന് ശേഷം എക്സ്ട്രാ ഓർഡിനറി ആണെന്ന് പറയണം. നിവിൻ പോളിയുടെ ഒക്കെ ഒരു വരവുണ്ട്, ഒരു ക്യാമിയോ റോളുണ്ട്. നിവിൻ പോളി ഗസ്റ്റ് റോളിൽ കുറച്ച് നേരം ഉള്ളെങ്കിലും പക്ഷേ ആ ഒരു എന്തോ പറയുന്നത്, ആ ഒരു ഫീല് നിവിൻ പോളി വരുമ്പോഴത്തേക്ക് പടം അങ്ങ് നിവിൻ പോളി അങ്ങ് എടുക്കുകയാണ്. അങ്ങനെ ഫുള്ളി എൻ്റർടൈനർ ആയിട്ടുള്ള ഒരു പടമാണ്. എന്നാൽ കുറച്ച് കഥയുണ്ട്, നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ തൊടുന്ന കുറച്ച് ഫീലിങ്സും ഇമോഷണലൊക്കെ ആയിട്ടുള്ള കുറച്ച് രംഗങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സൗഹൃദത്തിൻ്റെ ഇമോഷൻസും. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ധ്യാൻ ശ്രീനിവാസന്റെ അഭിനയമാണ്. അടിപൊളി പെർഫോമൻസ് ആണ് ധ്യാൻ ശ്രീനിവാസൻ കാഴ്ചവെച്ചിട്ടുള്ളത്. ധ്യാൻ ശ്രീനിവാസനെ നല്ല ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ കിട്ടിയാൽ ഇത്ര ബ്രില്യൻ്റ് ആയിട്ട് ധ്യാൻ ശ്രീനിവാസൻ പെർഫോം ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമുക്ക് ഈ ഒരു സിനിമയിലൂടെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ പ്രണവ് മോഹൻലാലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ കല്യാണി പ്രിയദർശൻ, ആസിഫ് അലി അവർക്കൊക്കെ ചെറിയ റോളുകളേ ഉള്ളൂ. പിന്നെ ഈ ഒരു സിനിമ ഫാമിലി ആയിട്ട് തന്നെ പോയി കണ്ടാൽ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കാണേലും ഫാമിലീസിനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. പിന്നെ ഇതിനകത്തിലെ സോങ്ങുകളൊക്കെ സൂപ്പർ സോങ് ആണ്. ഇതിലെ ജ്ഞാപകം എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ട്. എൻ്റെ ദൈവമേ, ആ പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ആ ഒരു ആംബിയൻസിൽ കേൾക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു ഫീലാണെന്നറിയാമോ. ആ ഒരു ഇമോഷണൽ രംഗത്തിലൊക്കെ ആ പാട്ട് ഭയങ്കര ഒരു എന്തോ അനുഭൂതിയാണ്. അത് തിയേറ്ററിൽ തന്നെ കേൾക്കണം. അങ്ങനെ ടോട്ടലി ഒരു പക്ക എൻ്റർടൈനർ സിനിമ. നല്ല ഒരു സ്റ്റോറി ഉണ്ട്, നല്ല കുറേ കോമഡികളുണ്ട്, നല്ല അഭിനയ മുഹൂർത്തങ്ങൾ, സോങ്ങുകൾ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം വളരെ മികച്ചു നിൽക്കുന്ന മികച്ച ഒരു വിനീത് ശ്രീനിവാസൻ ചിത്രം തന്നെയാണിത്. എനിക്ക് തോന്നുന്നു ഹൃദയത്തിനെക്കാട്ടിൽ മികച്ച സിനിമയാണെന്ന് തോന്നുന്നു. ഹൃദയത്തിനെക്കാട്ടിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. എന്തുകൊണ്ടാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫാമിലി ആയിട്ട് പോയി കണ്ടാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. മികച്ച ഒരു ചിത്രം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.